ആറ്റിങ്ങൽ BJP ലോക്സഭാ സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട BJP പ്രവർത്തകരെ BJP മണ്ഡലം ഭാരവാഹികൾ തന്നെ BJP ഓഫീസിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്ന് പരാതി. സായ് പ്രശാന്ത് എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായതായി പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. നിലവിൽ BJPയുടെ ഏതെങ്കിലും ഭാരവാഹിത്വം BJPയുടെ മെമ്പർഷിപ്പുള്ള ആളാണോ? 4 വർഷം മുമ്പ് വരെ ഞാൻ BJPയുടെ മെമ്പർഷിപ്പ് മാത്രമല്ല, BJPയുടെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. മണ്ഡലം പ്രസിഡൻ്റായിരുന്നു കർഷക മോർച്ചയുടെ. യുവമോർച്ചയുടെ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വരെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 4 വർഷം മുമ്പ് വി മുരളീധരനെതിരെ ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ എന്നെ BJPയുടെ ഔദ്യോഗിക പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. പക്ഷേ മെമ്പർ തന്നെയാണ്, ആക്റ്റീവ് മെമ്പർ തന്നെയാണ്. എൻ്റെ അമ്മ ഇലക്ഷനിൽ നിന്നിട്ടുള്ളതാണ്. ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിരുന്നു. BJPയുടെ 22 വർഷം മുമ്പ് ഈ വാർഡിൻ്റെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ അമ്മ മത്സരിച്ചതിന്. അതുമാത്രമല്ല, കുടുംബം മൊത്തമായിട്ടും BJP അനുഭാവികളാണ്, പ്രവർത്തകരുമാണ്. അനിയന്മാർ രണ്ടുപേരും BJP. സമാനമായ രീതിയിൽ ഇതിനു മുൻപും വി മുരളീധരനെതിരെ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു തർക്കങ്ങൾ പാർട്ടിക്കകത്ത് തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ പൊതുവെ എല്ലാ കാര്യത്തിലും എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്താറുണ്ട്. അത് ഇപ്പം എൻ്റെ പാർട്ടി നേതാക്കന്മാരാണെന്ന് വെച്ചിട്ട് എനിക്കത് മാറ്റി നിർത്തി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് തെറ്റെന്നുള്ള കാര്യം തെറ്റായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ നല്ല കാര്യം തെറ്റായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം യാദർശികമായിട്ടൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് കെട്ടിയിറക്കിയതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ അത് പറഞ്ഞു തിരുവനന്തപുരം 3G ആയാലും എന്നൊരു തമാശ രൂപേണ ഒരു ഫേസ്ബുക്ക് കമന്റ് ഒന്ന് കാണിക്കാം. കാണിക്കാം. എന്തായാലും ഇത്തരത്തിലാണ് ഇദ്ദേഹം നമ്മളിപ്പോൾ തന്നെ ഫേസ്ബുക്ക് കമന്റ് കാണിക്കുന്നതാണ്. ഇത്തരത്തിൽ വി മുരളീധരനെതിരെ, അതായത് ആറ്റിങ്ങൽ ലോക്സഭ സ്ഥാനാർത്ഥിയാണ് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ, അദ്ദേഹത്തിനെതിരെ ഒരു ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടു എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായി ഈ പ്രൗഢിക്കോണം BJPയുടെ മണ്ഡലം ഓഫീസിലേക്ക് സായി പ്രശാന്തിനെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് തന്നെ മർദ്ദിക്കുകയും ചെയ്തെന്നാണ് സായി പ്രശാന്ത് നമ്മളോട് പറയുന്നത്. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഞാൻ ഇട്ടുന്നത്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്തരത്തിൽ സായി പ്രശാന്ത് തൻ്റെ തന്നെ പേജിൽ നടത്തിയത്. അതായത് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിനെ പരിഹസിച്ചുകൊണ്ടില്ലേ, അല്ലെങ്കിൽ അത് ആ രീതിയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിന് താഴെ ഇദ്ദേഹം തന്നെ ചെയ്ത ചില കമൻറ്റുകളാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു വാഗ്വാദത്തിലേക്കും പിന്നീട് തുടർന്ന് ഈ ഒരു ദേഹോപദ്രവത്തിലേക്കൊക്കെ കടന്നത് അതിനുള്ള കാരണമായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഈ ഒരു വി മുരളീധരനെതിരെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാനുണ്ടായ ഒരു സാഹചര്യം? വി മുരളീധരനെതിരെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, വി മുരളീധരൻ്റെ കുറേ കിങ്കരന്മാർ ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ആനയേക്കാളും വലിയ ഇതാണ് ആനപ്പിണ്ടങ്ങൾക്ക് തുടങ്ങണമല്ല. വി മുരളീധരൻ്റെ ഡ്രൈവറാണ് ഈ ഹരി എന്ന് പറയുന്ന നേരത്തെ ഡ്രൈവറായിരുന്നു. ഫോണിൽ വിളിച്ചതും ഈ മുൻപുണ്ടായിരുന്ന ഡ്രൈവറായിട്ടുള്ള ഹരിയാണ് വിളിച്ചത്. വി മുരളീധരൻ്റെ ഡ്രൈവറായിരുന്നു. വി മുരളീധരൻ്റെ കൂടെ അവിടെ നിൽക്കുമ്പോൾ തന്നെ വി മുരളീധരൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് സാമ്പത്തിക വിഷയങ്ങൾ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പരസ്യമായിട്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വി മുരളീധരൻ്റെ കൂടെ ഈ നിൽക്കുന്ന ഈ കിങ്കര സംഘങ്ങൾ കുറച്ച് പേര് ഇതേപോലെയാണ്. അയാൾ ആ പുള്ളിക്കാരൻ്റെ പേര് വെച്ചുകൊണ്ട് തന്നെ ഇവരുടേതായ ഒരു ഗ്രൂപ്പിസം കൊണ്ടുവന്ന് സംഘടന അങ്ങ് തുലച്ചടുക്കി. അപ്പോൾ ഞാൻ പൊതുവെ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന എനിക്ക് ആ കൂടെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇതുള്ളതുകൊണ്ട് ഞാൻ അതിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ ഹരി എന്നെ വിളിച്ചിട്ട് ഈ വി മുരളീധരൻ്റെ പോസ്റ്റ് ഇടാറായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ ഫോണിൽ കൂടെ സംസാരിക്കണം, ഞാൻ നേരിട്ട് വരാം. ഒരു ഭീഷണിയുടെ സ്ഥലമൊന്നുമില്ലല്ലോ. ഒരു പൗടിക്കണ മണ്ഡലം കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ അങ്ങോട്ട് വരാം. ചെന്നപ്പോഴേ ഈ പറഞ്ഞ BG വിഷ്ണു മണ്ഡലത്തിൻ്റെ പ്രസിഡൻറ്റ്, ഈ ഹരി, പിന്നെ അവിടുത്തെ ഏരിയ പ്രസിഡൻ്റായിട്ടുള്ള ബിജീഷ്, ഈ 3 പേരവിടെ ഉണ്ടായിരുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, പൗടിക്കോണം ഏരിയ പ്രസിഡന്റ്, പിന്നെ ഈ പറയുന്ന ഹരി. പ്രൗഢിക്കോണത്തെ BJPയുടെ ഓഫീസിലേക്കാണ് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം അവിടെ വെച്ച് എന്താ ഉണ്ട്? എന്തെങ്കിലും പ്രകോപനം ഉണ്ടായതിൻ്റെ പേരിലാണോ അതോ ചെന്ന് കയറിയ ഉടനെ അവർ മർദ്ദിക്കുകയായിരുന്നു? എന്താ സംഭവിച്ചത്? എൻ്റെ അടുത്ത് സംസാരിക്കുന്നു എന്ന രീതിയിൽ വിളിച്ചിട്ട് ഞാൻ വിഷ്ണുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹരിയും ബിനീഷ് എന്ന് പറഞ്ഞവരും നേരെ പാർട്ടി ഓഫീസിൻ്റെ ബാക്കിൽ പോയിട്ട് നമ്മൾ ഈ ഫ്ലെക്സ് അടിക്കുന്നില്ലേ പട്ടിയല്ല, അതൊരു 3-4 എടുത്തുകൊണ്ട് വരുന്നു. പെട്ടെന്ന് വിഷ്ണു എൻ്റെ കൈ കയറി പിടിച്ചു. ഈ കൈ കൊണ്ട് ഇനി ഒന്നും ടൈപ്പ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ട് കൈയിലും അടിക്കുകയായിരുന്നു. പട്ടിയിൽ വെച്ചിട്ട് കൈകളിലാണ് പ്രധാനമായിട്ടും മർദ്ദനമേറ്റതല്ലേ? ഈ നീലിച്ച് കിടക്കുന്നതൊക്കെ ഈ ഒരു മർദ്ദനത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. പിന്നെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലെ ഒരു മർദ്ദനമേറ്റത്? ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ടുണ്ടായ മുറിവുകളും ചതവുകളും ഒക്കെ തന്നെയാണ്. പട്ടയിൽ വെച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു, കൈ പിടിച്ചു വെച്ചിട്ട് കൈ തന്നെ അടിക്കുകയായിരുന്നു. വിഷ്ണു എന്നുള്ള മണ്ഡലം പ്രസിഡന്റ് എന്റെ കൈ പിടിച്ചു വയ്ക്കുകയും
ബാക്കി രണ്ടുപേരും പൊതിരെ അങ്ങ് തള്ളുകയാണ്. ഒരു 3-4 അടി ചടചടയെന്ന് ഒരു 2-3 സെക്കൻഡിനകത്തേന് 3-4 അടി അങ്ങ് കയ്യിൽ വീണു. ഞാൻ പെട്ടെന്ന് കൈ വലിച്ച് പാർട്ടി ഓഫീസിന് വെളിയിലോട്ട് ചാടുകയും അപ്പോൾ ഇവരെൻ്റെ പിറകിൽ വന്ന് തലയ്ക്ക് ആക്രമിച്ചപ്പോൾ ഞാൻ കൈ കൊണ്ട് വീണ്ടും തലയ്ക്ക് ആക്രമണം കൈ കൊണ്ട് എന്നെ ചേർത്തപ്പോൾ അവിടെ നിന്നിരുന്ന CIT-കാർ കുറച്ച് പേരാണ് എന്നെ ഒന്ന് രക്ഷിച്ചു കൊണ്ടുപോയത്. അല്ലായിരുന്നെങ്കിൽ അവർ നല്ല രീതിയിലുള്ള ദേഹത്തിനുള്ള ഇതുണ്ടായിരുന്നു, പ്ലാനിങ്ങിലായിരുന്നു. നിലവിൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്? ഞാൻ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ശ്രീകാര്യം SI എന്നെ നേരിട്ട് വിളിച്ച് എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പുള്ളി നിയമ നടപടികൾ എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ അഡ്മിറ്റായി. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, പൊട്ടലില്ല, ചതവ് മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ട് കൈയും ഇപ്പം നോക്കാനൊക്കെ ചെറിയ വിഷയമായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഉപജീവന മാർഗ്ഗം എന്താണ്? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു കരിക്കിൻ്റെ തട്ടുണ്ട്, പിന്നെ അല്ലാതെ ഒരു തട്ടുകടയുണ്ട്. കരിക്കിന് ഇപ്പം തന്നെ ഒരു 5-6 ദിവസത്തേക്ക് വെട്ടാനൊന്നും പറ്റില്ല. ആ രീതിയിൽ കൈ വലുതായിട്ട് ചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലൊരു അവസ്ഥയാണല്ലേ? ഇത് മടക്കാൻ പറ്റില്ല, ഇത്രയേ ഉള്ളൂ, ഇത് മടക്കാൻ പറ്റില്ല. ആ രീതിയിൽ ആയി. എന്തെങ്കിലും മർദ്ദനത്തിന്റെ ഈ പാർട്ടി ഓഫീസിൽ തന്നെ CCTV ക്യാമറ വല്ലതും ഉണ്ടായിരുന്നോ? പാർട്ടി ഓഫീസ് CCTV ക്യാമറ ഇല്ല. എന്നിട്ട് പാർട്ടി ഓഫീസിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഇപ്പോൾ അവർ കൊടുത്തേക്കുന്ന കേസ് എന്ന് വെച്ചാൽ ഞാൻ പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ ചെന്നതാണ്. എൻ്റെ പാർട്ടി ഓഫീസ് എനിക്ക് ആക്രമിക്കേണ്ട ആവശ്യം എന്താണ്? ഒരു കോമൺ സെൻസ് ഉള്ള ഇതാണെങ്കിലും കുഴപ്പമില്ലല്ലോ. അതിന് പ്രതിരോധത്തിന് വേണ്ടി മാത്രം അവർ കൊടുത്തിരിക്കുന്ന ഒരു കേസാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പ്രതിരോധത്തിന് മാത്രമായിട്ട് വേണ്ടി കൊടുത്തതാണ് ഈ കേസ്. അവർക്കിപ്പം കൗണ്ടറായിട്ട് എനിക്കെതിരെ ഒരു കൗണ്ടർ കേസ് എന്ന രീതിയിൽ അവർ അത് കൊടുത്തേക്കാണ്. കാരണം എനിക്കതിന്റെ എന്തെങ്കിലും ഫോൺ റെക്കോർഡുകളോ കാര്യങ്ങളോ കയ്യിലുണ്ടോ? അതും ചേർത്തിട്ടാണോ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്? എങ്ങനെയാണ്? അല്ല, എനിക്ക് കോൾ ലിസ്റ്റ് എടുക്കുമ്പോൾ അറിയാമല്ലോ. എന്നെ ഇത്ര മണിക്ക് 11:30 ആകുമ്പോൾ ഈ ഹരി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചത് ഇൻകമിങ് കോളായിരുന്നു. ഈ കോള് അയാൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാമെന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ കോൾ ലിസ്റ്റ് എടുക്കുമ്പോൾ അറിയാം. എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ അവിടെ ഏതൊക്കെ ടവർ വഴി പോയിട്ടുണ്ടെന്നൊക്കെ അറിയാം. ഞാൻ പൗടിക്കുളത്ത് ഒരു ആവശ്യമായിട്ട് ഒരു കാർ റെന്റിന് എടുക്കാൻ വേണ്ടി പോയതായിരുന്നല്ലേ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഞാൻ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് വി മുരളീധരനെതിരെ അല്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ അവർ നടത്തുന്ന അഴിമതി, പാർട്ടിക്കകത്തുള്ള ചില ഗ്രൂപ്പിസം എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ പക്ഷേ വി മുരളീധരനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം എന്താണ്? അല്ല, വി മുരളീധരനെതിരെ അല്ല ഞാൻ പറഞ്ഞത്. വി മുരളീധരൻ്റെ ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വി മുരളീധരൻ്റെ വ്യക്തിയെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിഷയവുമില്ല. അദ്ദേഹം പാർട്ടിയുടെ മന്ത്രിയാണ്, പാർട്ടിയുടെ MP ആണ്, പാർട്ടി ഇവിടെ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം എടുക്കേണ്ട കുറച്ച് നിലപാടുകൾ അയാളൊരു മന്ത്രി എന്ന രീതിയിലല്ലാത്ത രീതിയിലേക്ക് താഴ്ന്നു വന്നപ്പോൾ അത് ഞാൻ സോഷ്യൽ മീഡിയ വഴി ഞാൻ ചോദ്യം ചെയ്തു. അല്ലാതെ പാർട്ടി കമ്മിറ്റികളിൽ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ എല്ലാം പുള്ളിക്കാരൻ്റെ കയ്യിലാണ്. അവിടെ ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് തന്നെ ഒരു കംപ്ലൈൻറ്റും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ എവിടെ ചർച്ച ചെയ്യാനാണ്? അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരായിട്ടാണ് എനിക്ക് ആദ്യത്തെ ആക്ഷൻ 4 വർഷം മുമ്പ് എൻ്റെ ഔദ്യോഗിക പദവികളെല്ലാവരും മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് BJPയുടെ എന്ത് ഭാരവാഹിത്വമാണ് ഉണ്ടായിരുന്നത്? കർഷക മോർച്ച മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അതിന് മുമ്പായിട്ട് യുവമോർച്ചയുടെ മണ്ഡലം വൈസ് പ്രസിഡൻ്റായിരുന്നു. നിരവധി ശബരിമല പ്രക്ഷോഭത്തിലൊക്കെ ഒരുപാട് പ്രക്ഷോഭത്തിന് പോവുകയും അതിൻ്റെ പേരിൽ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ യുവമോർച്ച തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ ഏതാണ്ട് 100-ൽ കൂടുതൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പാർട്ടി 25 വർഷമായിട്ട് ഞാൻ സജീവ പ്രവർത്തനം. 7 വർഷം ഒരു വിദേശത്ത് പോയിരുന്നു എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള ഈ 25 വർഷത്തിൽ ആ 7 വർഷത്തെ ഗ്യാപ്പ് മാത്രമേ കാണുള്ളൂ. ബാക്കി എൻ്റെ കുടുംബപരമായിട്ടും ഞാനും എൻ്റെ സഹോദരങ്ങളും എല്ലാം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടം. എന്നെ 3 പ്രാവശ്യം CPM ആക്രമിച്ചിട്ടുള്ളതാണ്. നിൽക്കുന്നതിന്റെ പേരിൽ, പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ CPMന്റെ ആക്രമണങ്ങളൊക്കെ നേരിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെ, നേരിട്ടുണ്ട്. എൻ്റെ ദേഹത്ത് മുറിവിൻ്റെ പാടുകളേ ഉള്ളതാണല്ലേ. ഇതെല്ലാം CPMന്റെ ആക്രമണത്തിൽ പറ്റിയതാണ്. അതെല്ലാം അനുഭവിച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ പാർട്ടിയുടെ അകത്തുനിന്നും ഇങ്ങനെ ഒരു സംഘർഷം നേരിടുമ്പോഴത്തേക്കും മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുള്ള എൻ്റെ അമ്മയൊക്കെ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അമ്മാതിരി പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. നിലവിൽ പോലീസ് സ്റ്റേഷനിലെ ഈ ഒരു കേസിന്റെ അവസ്ഥ എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്താണ്? സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും? ഇതുവരെ എൻ്റെ മൊഴി പോലും എടുത്തിട്ടില്ല. കംപ്ലൈൻറ്റ് എഴുതി വാങ്ങിച്ചു എന്നല്ലാതെ ഇതുവരെ മൊഴി പോലും എടുത്തിട്ടില്ല. ഇത്രയും മീഡിയ കവറേജ് വന്നിട്ട് പോലും അവർ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ സ്റ്റേഷനിൽ നടക്കുന്നുണ്ടോ എന്നാണ്. ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്, പാർട്ടി തന്നെ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം? തീർച്ചയായും പാർട്ടി തന്നെ ഒതുക്കി തീർക്കാനുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു. ഇന്നലെ ഏതാണ്ട് 12 മണി വരെ ഈ ഹരിയുടെ നേതൃത്വത്തിൽ ശ്രീകാര്യം ജംഗ്ഷനിൽ ഒരു 25ഓളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റേഷൻ്റെ പരിധിയിലും അവിടെ ആയിട്ട്. അവിടെ കയറാതിരിക്കാനാണോ അതോ
എന്താ വിചാരിക്കുന്നത്? ഞാൻ ഈ നാട്ടുകാരനാണല്ലോ. അപ്പോൾ ഇപ്പം താമസം എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ BJP പ്രവർത്തകരായിട്ടുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ ഇപ്പോഴും സജീവമായിട്ടുള്ള ബന്ധമുണ്ടോ? BJP പ്രവർത്തകരായിട്ടുള്ള കൂട്ടുകാരെ മാത്രമേ എനിക്കുള്ളൂ. അപ്പോഴും പിന്നെ സജീവം അവർ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ പറഞ്ഞില്ലേ, ഇതിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരകൽച്ചയുണ്ടോ അതോ? ഇല്ല. ഈ പറയുന്ന ഈ കുറച്ച് വ്യക്തികൾ പറഞ്ഞില്ലേ, ഈ ഒരു കിങ്കര സംഘം, അവർക്ക് മാത്രമേ ഉള്ളൂ വിഷയം. ബാക്കിയുടെ എന്നെ അറിയാമെന്നുള്ള എൻ്റെ കൂടെ ഒരേ സമയത്ത് സംഘടന വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും ഒരു ചെറിയ ശതമാനം പോലും എൻ്റെ അടുത്ത് ഒരു വെറുപ്പുമില്ല. അവരെന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും സായി പ്രശാന്ത് പറയുന്നത് സജീവമായി തന്നെ ഇപ്പോഴും അദ്ദേഹം ഒരു BJP അനുഭാവിയാണ്, BJPയുടെ തന്നെ ഒരു പ്രവർത്തകനാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സമാനമായ ചില തർക്കങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റിടൽ തുടങ്ങിയവയായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി തന്നെ ഈ സായി പ്രശാന്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വങ്ങളൊക്കെ എടുത്തു കളയുകയും പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഈ 4 വർഷത്തിന് ശേഷവുമെല്ലാം സജീവമായി തന്നെ BJPയുടെ ഒരു വിശ്വാസിയാണ്, BJP അനുഭാവി തന്നെയാണ്. സമീപത്തുള്ള ാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു 2 കേസുകളും, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റാൾക്കാർ ഈ വളരെ ആസൂത്രിതമായി തന്നെ വിളിച്ചു വരുത്തി പ്രൗഢിക്കോണത്തെ BJPയുടെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അതിൽ മുരളീധരൻ്റെ, കേന്ദ്രമന്ത്രി മുരളീധരൻ്റെ മുൻകാല ഡ്രൈവർ അടക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിൽ മൊഴിയെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും അനുകൂലമായ രീതിയിലോ അല്ലെങ്കിൽ തൻ്റെ മൊഴി കേൾക്കാനോ ഒന്നും തന്നെ ഇതുവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടില്ല എന്നുകൂടി സായി പ്രശാന്ത് പറയുന്നു. അതുപോലെ തന്നെ മുരളീധരനുമായി ഈ ഉള്ള ചില അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ന് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.